പി ഗോപാലകൃഷ്ണൻ പത്രിക സമർപ്പിക്കുന്നു. അവിടെ ഇനി ആരൊക്കെയാണ് ജില്ലയിൽ ആകെയുള്ള മണ്ഡലങ്ങളിൽ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുള്ളത്? ദിവിഷ്, ഇന്നിപ്പോൾ പി ഗോപാലകൃഷ്ണൻ അല്പസമയത്തിനകം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ചാവക്കാട് താലൂക്ക് ഓഫീസിലാണ് അദ്ദേഹം എത്തി നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. അതിനുവേണ്ട അവസാനഘട്ട ഒരുക്കങ്ങളിലാണ്. നോമിനേഷൻ ഫോം ഫില്ല് ചെയ്യുന്നതിനും അതിൽ ഒപ്പുവെക്കുന്നതൊക്കെയാണ് നമ്മൾ കാണുന്നത്. എന്തായാലും വലിയ ഒരു വിവാദമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവനകളൊക്കെ തന്നെ. അതിനുശേഷം ഈ അദ്ദേഹം നടത്തിയ പരാമർശം വർഗീയ പരാമർശം ആണ് എന്നൊരു പരാതി ഉയരുകയും ചെയ്തു. ആ പരാതി ഉയർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പിന്നീട് അദ്ദേഹത്തിനെതിരെ പോലീസ് കേസെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഈ ചാവക്കാട് താലൂക്ക് ഓഫീസിലെത്തി അദ്ദേഹം ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. നേരത്തെ ഒരു പ്രകടനമായി എത്തി ഇത്തരത്തിൽ ഈ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമെന്നാണ് അറിയിച്ചിരുന്നെങ്കിൽ പോലും ഈ ഒരു വിവാദങ്ങളുടെ എല്ലാം തന്നെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ അദ്ദേഹം നേരെ താലൂക്ക് ഓഫീസിൻ്റെ തൊട്ട് മുൻപിൽ ഇറങ്ങുകയും അതിനുശേഷം പ്രവർത്തകരോടൊപ്പം ഈ താലൂക്ക് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്തായാലും ഇന്നിപ്പോൾ ഈ കഴിഞ്ഞ ദിവസത്തെ പരാമർശങ്ങളൊക്കെ തന്നെ അദ്ദേഹം നടത്തിയ പരാമർശത്തെ പിന്നീട് പരസ്യമായി BJP നേതാക്കളാരും തന്നെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് എത്തിയിരുന്നില്ല. പക്ഷേ ഇന്നിപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ തന്നെ അദ്ദേഹത്തിന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും ഒരു ആവശ്യം, വികാരം എന്നുള്ള രീതിക്ക് ആണ് അദ്ദേഹം ഒരു വിശ്വാസിയായ ഒരു MLA വേണം എന്നുള്ള ഒരു നിലപാടാണ് അദ്ദേഹം പറഞ്ഞതെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തിന് പി ഗോപാലകൃഷ്ണന് പിന്തുണയുമായി രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഈ വലിയ തോതിലുള്ളൊരു വിവാദമായൊരു പശ്ചാത്തലത്തിൽ പോലീസ് കേസെടുത്ത FIR ഇട്ട ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇപ്പോൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നത്. പ്രവർത്തകരുടെ എല്ലാവരുടെയും തന്നെ ആശീർവാദത്തോടു കൂടി ഇപ്പോൾ താലൂക്ക് ഓഫീസിലെത്തി ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ഈ പത്രിക സമർപ്പിക്കാൻ പോവുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ ഈ BJPക്ക് ഈ ഗുരുവായൂർ മണ്ഡലത്തിൽ പത്രിക സമർപ്പിച്ചിരുന്നെങ്കിൽ പോലും അന്ന് അഡ്വക്കേറ്റ് നിവേദിതയായിരുന്നു അദ്ദേഹത്തിന്. പക്ഷേ അവർക്ക് നാമനിർദ്ദേശ പത്രിക തള്ളുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അങ്ങനെ BJPക്ക് ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല. ഇത്തവണ പക്ഷേ അങ്ങനെ ഒരു യാതൊരു തരത്തിലുള്ള വീഴ്ചയും സംഭവിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും എടുത്തിട്ടുണ്ട്. ഡമ്മി സ്ഥാനാർത്ഥിയെ ഉൾപ്പെടെ കൃത്യമായി നിർത്തിയിട്ടുമുണ്ട്. ഏതെങ്കിലും ഘട്ടത്തിൽ ഇത്തരത്തിലൊരു കേസിൻ്റെ പശ്ചാത്തലത്തിൽ നാമനിർദ്ദേശ പത്രിക തള്ളുകയാണെങ്കിൽ യാതൊരു വിധത്തിലും BJPക്ക് സ്ഥാനാർത്ഥി ഇല്ലാതിരിക്കുന്നതിന് വേണ്ടിയുള്ള സാഹചര്യം ഇവിടെ ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയെ ഇത്തരത്തിൽ ഡമ്മി സ്ഥാനാർത്ഥിയായി നിർത്തുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ ഇപ്പോൾ BJPയുടെ ഗുരുവായൂരിലെ സ്ഥാനാർത്ഥിയായി NDA സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക നൽകും. NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനായി എത്തിയിരിക്കുന്നു.